അമ്മായിയമ്മ പറയുകയാണ്. എൻ്റെ മരുമകൻ എൻ്റെ പുറകെ നടന്ന് പറയുകയാണ്, അമ്മ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം, പിന്നെ അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയണമെന്ന്, എന്താവശ്യമുണ്ടെങ്കിലും അമ്മ പറയണം. അങ്ങനെ എപ്പോഴും പറയും. എന്ത് തുറന്ന് പറയാനാണ്, എന്താവശ്യമാണ്? എന്നിട്ട് അമ്മായിയമ്മ തുറന്നു പറഞ്ഞപ്പോൾ മരുമകൻ കേട്ടോ? അല്ലെങ്കിൽ മരുമകൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശോഭയുടെ മെയിൽ വായിച്ചറിയാം. മാഡം, എൻ്റെ പേര് ശോഭ. എനിക്ക് 43 വയസ്സുണ്ട്. എനിക്ക് ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് എൻ്റെ 30-ാം വയസ്സിൽ മരിച്ചു പോയതാണ്. ഞങ്ങളുടേത് ഒരു സ്നേഹവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികമാരും സപ്പോർട്ടില്ല. എങ്കിലും ഹസ്ബൻഡ് കമ്പനിയിൽ ഉണ്ടായിരുന്ന ജോലി എനിക്ക് തന്നു. ഹസ്ബൻഡ് അവിടെ ഒരു വർക്കറായിരുന്നെങ്കിലും ഞാനവിടെ കമ്പ്യൂട്ടർ സെഷനിലാണ് കയറിയത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് മകളെയും വളർത്തി എനിക്ക് മാന്യമായി ജീവിക്കാൻ പറ്റി. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും വലിയ പ്രശ്നം ഹസ്ബൻഡിൻ്റെ അനിയൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ പുറകെ നടക്കുകയാണ്. കല്യാണം കഴിച്ചവനാണ്. എങ്കിലും അവൻ ചേച്ചി ഒരു സുന്ദരിയാണ്, ലൈഫ് വേസ്റ്റ് ആക്കരുത് എന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു ഇനി എന്ത് വേസ്റ്റ് ആകാനാണെന്ന്. പക്ഷേ അവൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു എന്ന് ഒരു ദിവസം പോപ്പോ അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അന്ന് എനിക്കവനെ ഒട്ടും ഇഷ്ടമില്ലാതായി. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഒരു വാടക വീട്ടിലേക്ക് മാറി. എൻ്റെ ഭാഗ്യത്തിന് ആ വാടക വീടിൻ്റെ ഉടമ തൊട്ടടുത്തുണ്ട്. അവരും ഒരു വിധവയാണ്. അവർക്ക് നാക്കിന് ഇത്തിരി നീളം കൂടുതലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയാട്ടിന് ജാനകിയമ്മ അവരെ അക്കരെ കടത്തും. അത്തരം സ്വഭാവമാണ്. അവർ ഉള്ളതുകൊണ്ട് എനിക്ക് ആണുങ്ങളിൽ നിന്ന് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. ഓഫീസിൽ പിന്നെ പലരും എന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കല്യാണത്തിനോടും കളവാണത്തിനോടും ഒട്ടും താല്പര്യമില്ല. എന്തിനാണ് ഇനിയും അനിശ്ചിതത്വത്തിലുള്ള ഒരു ജീവിതം? അതുകൊണ്ട് മകൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. എൻ്റെ മകൾ അതീവ സുന്ദരിയായിട്ടാണ് വളർന്നു വന്നത്. അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സംഭവമാണ്. എത്രയും പെട്ടെന്ന് ഇവളെ കല്യാണം കഴിച്ചു വിടണമെന്ന് അവൾ +2 പഠിക്കുമ്പോഴേ ഞാൻ ആലോചിച്ചു. ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ അവളുടെ കല്യാണം, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ മാട്രിമോണി സൈറ്റിലൊക്കെ നേരത്തെ ഞാൻ ബയോഡേറ്റ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ താമസിച്ചിരുന്ന വാടക വീടില്ലേ, പിന്നീട് ജാനകിയമ്മ എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് വേണമെങ്കിൽ നീ ഇത് വാങ്ങിച്ചോളാൻ. അങ്ങനെ കുറച്ച് പൈസ സ്വരുക്കൂട്ടി ആ വീട് ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ മോടി പിടിപ്പിച്ചു. അപ്പോൾ ആ വീട്ടിൽ ഞാനും മകളും, തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ വലിയ വീട്ടിൽ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് ഞങ്ങൾ ഇപ്പോഴും നന്നായി പോവുകയാണ്. ജാനകി അമ്മയ്ക്ക് ആണുങ്ങളെ ഒട്ടും ഇഷ്ടമില്ല. സ്വന്തം ഭർത്താവിനെ ആണെങ്കിൽ അങ്ങേർ മരിച്ചു പോയെന്ന് പറഞ്ഞാലും വെറുതെ വിടില്ല. എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും. ഒരു കാശിനും കൊള്ളാത്ത ഒരാളായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ പറയും. ചുരുക്കം പറഞ്ഞാൽ അവർക്ക് ഈ ഒരു കാര്യത്തിൽ മണവും ഗുണവുമില്ല. എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹങ്ങളുണ്ട്. കാര്യം ഞാനും എൻ്റെ ഭർത്താവും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുന്നവരെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയവരല്ലേ. പെട്ടെന്ന് നിന്ന് പോയി കഴിയുമ്പോഴേക്കും എല്ലാവർക്കും കുഴപ്പങ്ങളുണ്ട്. എന്നാൽ അത് നോക്കി നടന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങും എത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്താണ് ജീവിച്ചത്. ഈ കാര്യങ്ങളൊന്നും ജാനകിയമ്മയോട് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി പൂരപ്പാട്ട് പാടും. അത്തരം സ്വഭാവമാണ്. ഇക്കിളിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി പോലും എനിക്കില്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ജീവിതം ഏകദേശം വരണ്ടുണങ്ങിയ പുൽമേട് പോലെയായിരുന്നു എന്നുള്ളത് മാഡത്തിന് മനസ്സിലായല്ലോ. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ജാനകിയമ്മയും പിന്നെ എൻ്റെ മകളും മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സഹോദരനുണ്ട്, വല്ലപ്പോഴും വരും, അത്രയേ ഉള്ളൂ. എന്തായാലും കല്യാണത്തിനൊക്കെ മുന്നിട്ടപ്പോൾ അവനും വന്ന് എന്നെ സഹായിച്ചു. അങ്ങനെയാണ് വിവാഹം നടന്നത്. തീരെ ചെറുപ്പത്തിലെ മകളോട് ഞാൻ പറഞ്ഞിരുന്നു, നിന്നെ ഡിഗ്രി കഴിയുമ്പോൾ കല്യാണം കഴിപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്കതിൽ എതിർപ്പൊന്നുമില്ല. കാണാൻ കൊള്ളാവുന്ന ഒരാൾ വരണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പയ്യൻ വന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒരു ദേവലോക സുന്ദരൻ ഇറങ്ങി വന്നതുപോലെ എൻ്റെ മകൾക്ക് വേണ്ടി അതേപോലെ അവൻ പ്രത്യക്ഷപ്പെട്ടു എന്നുപോലും എനിക്ക് തോന്നിപ്പോയി. രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ 10 മാറ്റം. എല്ലാവരും, അതായത് എൻ്റെ ഓഫീസിലുള്ളവരും
വീടിനടുത്ത് താമസിക്കുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓ എന്തൊരു ജോഡിപ്പൊരുത്തമാണ്, എന്ത് സൗന്ദര്യമുള്ളൊരു പയ്യനാണ്, എങ്ങനെ ഒപ്പിച്ചു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് മാട്രിമോണി വഴി വന്നതാണ്. അവൻ എൻ്റെ മകളെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. വന്നപ്പോൾ എല്ലാം കൊണ്ട് യോഗ്യനാണ്. പിന്നെ എന്ത് വേണം, നല്ലൊരു ജോലിയുമുണ്ട്. പിന്നെ ജോലി ചെയ്തതാകട്ടെ എൻ്റെ ഓഫീസിന് ഏകദേശം അടുത്താണ്. ഒത്തിരി അധികം സംസാരിക്കുകയും ചിരിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അവൻ. ഒരു പ്രശ്നവുമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞു പോയിടത്തും അവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അവൻ്റെ അച്ഛനും അമ്മയും ഒരു സഹോദരിയുണ്ട്. അവരുടെ കൂടെ വിദേശത്താണ്. അവർക്ക് അവിടെ താമസിക്കാനാണ് ഇഷ്ടം. ഇവനാണെങ്കിൽ നാട്ടിൽ താമസിക്കാനും. അതുകൊണ്ട് അവർ വിവാഹത്തിന് വന്നിട്ട് ഏകദേശം 1 മാസം നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചുപോയി. മകളും അവനും മാത്രമാണ് അവിടെ. അപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ചെയ്യേ, ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്ന് എൻ്റെ വീട്ടിലങ്ങ് നിൽക്കും, ഞാനും ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നിൽക്കാം. അതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം ഇവിടെ, കുറച്ച് ദിവസം അവിടെ. അങ്ങനെയാകുമ്പോൾ 2 വീടുകളും മാറാതെ പിടിക്കാതെ നമുക്ക് സൂക്ഷിക്കാം. എന്തായാലും എൻ്റെ അമ്മയുടെ ഇല്ല, അമ്മയോടെ വരുന്നത് ഈ വീടിനും ഒരു ഐശ്വര്യമാണെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു കുളിർമ തോന്നി. കാര്യം ഒരാണും എന്നോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് മറ്റു പല കാര്യങ്ങളും, കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ അവിടെ പോകാം, ഇവിടെ പോകാം, താല്പര്യമുണ്ട് എന്നൊക്കെയല്ലാതെ ഇങ്ങനൊരു സ്ഥാനത്തിരുന്ന് ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വീട്ടിൽ വന്നു. ആണൊരുത്തിന് വന്നതിൻ്റെ ഒരു ഗമ എനിക്കുണ്ടായിരുന്നു. എൻ്റെ മരുമകന് വിദേശത്ത് പോകാൻ താല്പര്യമില്ല. നാട്ടിലവന് നല്ല ജോലിയുമുണ്ട്. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തോന്നിയത്. അത് എൻ്റെ മകൾക്ക് ഗുണമായി ഭവിക്കുകയും ചെയ്തു. എൻ്റെ മകൾ എന്നോട് ആദ്യമേ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു 5 വർഷത്തേക്ക് കുട്ടികൾ വേണ്ട, ഞാൻ PSCക്ക് പഠിക്കാനെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എടുത്തുചാട്ടമില്ലാത്ത നല്ലൊരു പയ്യൻ. അവര് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, എൻ്റെ ജീവിതം പോലെ അവളുടെ ജീവിതമാകല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും 2 വീട്ടിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തതയുണ്ട്. ഞാനാണെങ്കിൽ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവൻ മിക്കവാറും സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരു കസേര ഇട്ടിരുന്ന് സംസാരിക്കും. അമ്മയുടെ പഴയ കഥ പറയാമെന്നും. എനിക്കങ്ങനെ വലിയ കഥയൊന്നുമില്ല മോനെ എന്ന് പറയുമ്പോൾ അവൻ പറയും, അമ്മ എന്തായാലും അച്ഛൻ്റെ കൂടെ ഒളിച്ചോടിയതല്ലേ, അപ്പോൾ സംഭവബഹുലമായ കഥകളുണ്ട്, അത് പറയാമേ എന്ന് പറയും. എന്നിട്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഞങ്ങൾ കണ്ടുമുട്ടിയതും പ്രേമിച്ചതും പിന്നെ രാത്രിയിൽ പുള്ളിക്കാരൻ വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ കുത്തി കുത്തി ചോദിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കും. ഞാനാണെങ്കിൽ ആവേശം കയറുമ്പോൾ പണ്ട് എൻ്റെ ഭർത്താവ് വന്നതും കാട്ടിക്കൂട്ടിയതും ഒക്കെ അങ്ങ് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞാനും മരുമകനും തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്. എൻ്റെ മകളാണെങ്കിൽ മിക്കവാറും സമയത്ത് ഈ കഥയൊന്നും കേൾക്കാൻ വരില്ല. കാര്യം അവൾ കേട്ട് കേട്ട് മടുത്തതാണ്. ഒരു ദിവസം വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ കയ്യിൽ ഒരു സാരി തന്നു. ഞാൻ തുറന്നു നോക്കി. കൊള്ളാടാ, നല്ല തിളക്കവും മിനുക്കമുള്ളൊരു സാരി. അവൾക്കിത് നന്നായിട്ട് ചേരും. ഇതേ അവൾക്കുള്ളതല്ല, അമ്മയ്ക്കുള്ളതാണ്. നീ എന്തായി പറയുന്നത്? ഇത്ര സാരിയൊന്നും ഞാൻ ഉടുക്കില്ല. തിളക്കമുള്ള സാരി ഉടുത്തോണ്ട് ഞാൻ ഓഫീസിലും പോകാറില്ല. ഇതുടുത്തോണ്ട് എവിടെ പോകാനാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ നമ്മൾ ഇന്നൊരു ഫംഗ്ഷന് പോകുന്നുണ്ട്. രാത്രിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അവൻ പുതിയൊരു ഫ്ലാറ്റ് വാങ്ങി. നമ്മളെല്ലാവരും കൂടി വൈകിട്ട് അങ്ങോട്ടേക്ക് പോന്നു. മോനെ ഞാൻ വരുന്നില്ലടാ, അത് ശരിയാകില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മ ഇങ്ങനൊന്നും പറയരുത്. അമ്മ വരുന്നു, നമ്മളെല്ലാവരും കൂടെ പോവുകയും ചെയ്യുന്നു. അമ്മ ഇനി ഭർത്താവില്ലാത്തവളാണോ, ഭർത്താവ് ഉണ്ടെന്നൊന്നും അവിടെങ്ങും ആർക്കും അറിയില്ല. അമ്മ ഒരുങ്ങി വരണമെന്ന് പറഞ്ഞു. അതൊക്കെ എൻ്റെ മകളെ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ആ ഹൗസ് വാമിങ്ങിന് പോയത്. എൻ്റെ മകളാണെങ്കിൽ എനിക്കിത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നു. ഞാൻ പറഞ്ഞു, വേണ്ട പെണ്ണേ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിട്ടമ്മേ. അച്ഛൻ മരിച്ചു പോയിട്ട് എത്രയോ വർഷമായി. അതിന് അമ്മ ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്നവൾ നടക്കണ്ട യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു അവൾ. മരുമകനും മകളെ സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ? ഹൗസ് വാമിങ്ങിന് പോയെടുത്ത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല സ്നേഹമായിരുന്നു. ഒത്തിരി പേർ വന്ന് എന്നെ പരിചയപ്പെടുത്തി. മരുമകൻ അഭിമാനത്തോടു കൂടി, ഇതാണ് എൻ്റെ അമ്മായിയമ്മ. തൻ്റെ അമ്മയല്ലേ ഇത് എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ അമ്മ തന്നെയാണ്, പക്ഷേ അമ്മായിയമ്മയാണ്. എൻ്റെ അമ്മ ഇവിടെ ഇല്ല, അവർ വിദേശത്തല്ലേ, നിങ്ങൾക്കറിയില്ലേ. എന്തായാലും എൻ്റെ മനസ്സിന് ഒത്തിരി നാൾ കൊണ്ട് നല്ല സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു അത്. ഞങ്ങൾ പോകാനിറങ്ങുന്ന സമയത്താണ് ഒരാൾ വന്നത്. പെട്ടെന്ന് പുള്ളിയെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എൻ്റെ ഭർത്താവുമായിട്ട് ഏകദേശം നല്ല സാമ്യമുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവാണോ, ഇത്തിരി പ്രായമായപ്പോൾ തിരിച്ചു വന്നതാണോ എന്നപ്പോലും ഞാൻ സംശയിച്ചു പോയി. അത്രയ്ക്കും സാമ്യതയുണ്ട്. പല സ്ഥലത്തും പല സൈഡിലും എൻ്റെ മരുമകൻ്റെ മേലുദ്യോഗസ്ഥനാണ് അയാൾ. എന്തായാലും
കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും മരുമകൻ ഓടിച്ചെന്ന് എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ മകളെയും. അങ്ങനെ പുള്ളി എനിക്കൊരു ഷെയ്ക്കാൻ്റെ കൈ നീട്ടി. എനിക്ക് കൈ കൊടുക്കണമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു, എങ്കിലും ഞാൻ കൈ കൊടുത്തു. അവിടെ അങ്ങനെയാണല്ലോ, ഞങ്ങളുടെ ഓഫീസിലെ പോലെ ഒന്നുമല്ല. എന്തായാലും ഞങ്ങൾ തിരിച്ചു വന്നു. ആ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ കൂടി എന്തോ ഒരു പുളകം ഓടുകയായിരുന്നു. എൻ്റെ ഭർത്താവിനെ കണ്ടതുപോലൊരു ഫീലിങ്. പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയാണെങ്കിലും മനുഷ്യന് ഒരു കൗതുകം കാണുമല്ലോ. ഒരു മുഖസാദൃശ്യമൊക്കെ കാണുമ്പോഴേക്കും മുഖസാദൃശ്യം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങൾക്കും സാദൃശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ മകൾ എന്നോട് ചോദിച്ചു, അമ്മേ, ആ സാറിന് നമ്മുടെ അച്ഛനുമായിട്ട് ഒരു സാദൃശ്യമില്ലേ എന്നും. ഞാൻ പറഞ്ഞു, ഓ അങ്ങനൊന്നുമില്ല, പുള്ളിക്ക് അത്ര ഉയരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അച്ഛൻ്റെ കൂട്ട്, അല്ലാതെ അച്ഛൻ്റെ സാദൃശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം മകൾ ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടാ എന്താ പുള്ളിയുടെ പേര്? അത് ശേഖർ സാറാണ്. പുള്ളിക്ക് വൈഫ് ഉണ്ടായിരുന്നു, അവർ പിരിഞ്ഞിട്ട് ഒത്തിരി വർഷമായി. മക്കള് 2 പേരാണെന്ന് തോന്നുന്നു. എന്തായാലും അവരുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. പുള്ളി ഒറ്റയാനായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു സൂപ്പർ മാർക്കറ്റില്ലേ, കഴിഞ്ഞ ദിവസം അവക്കാഡോ മേടിച്ചത്, ആ സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ വീട് കണ്ടിട്ടില്ലേ, ആ വീട്ടിലാണ് പുള്ളി താമസം. ഒറ്റയ്ക്കല്ല, പിന്നെ 2 വേലക്കാരും മറ്റും ഉണ്ട്. എങ്കിലും ബന്ധുക്കളൊന്നുമില്ല, ആരെ അടുപ്പിക്കില്ല, സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഒരൊറ്റ കൊമ്പൻ തന്നെ ഒറ്റയനായിട്ട് ജീവിക്കാനും. സ്ത്രീകളെ മറ്റൊന്നും ചേർന്ന് പോകില്ലായിരിക്കും. ചിലപ്പോൾ ഭാര്യയെ ഭരിക്കാൻ ചെന്ന് കാണും. കണ്ടാൽ ഒത്തൊരാണല്ലേ, ആണത്തം ഇത്തിരി കൂടുതലായിരിക്കും. അതിൻ്റെതായ ചില അഹങ്കാരങ്ങളും കാണുമായിരിക്കും. അങ്ങനെയാണല്ലോ സ്ത്രീകളെ ഭരിക്കുന്നൊരു സ്വഭാവമാണെന്ന് കണ്ടാലറിയാം. എന്നാലും ചില സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർ ഭരിക്കുന്നത് ഇഷ്ടമാണ്. എനിക്കും ചില സമയത്തൊക്കെ ഇഷ്ടമാണ് പുരുഷൻ്റെ ആധിപത്യം. എൻ്റെ ഭർത്താവ് ചില സമയത്ത് എന്നോട് പല ആജ്ഞകളും തരുമായിരുന്നു. അതൊക്കെ ഞാൻ മിണ്ടാതനുസരിക്കും. ചില സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാലും എൻ്റെ തുള്ളൽ കൊണ്ട് അങ്ങനെ പേടിച്ചോടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം. പുള്ളിയുടെ കഥകളൊക്കെ കേൾക്കാൻ എൻ്റെ മകൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛനുമായിട്ട് സാദൃശ്യമുള്ളത് കൊണ്ടായിരിക്കാം ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. മരുമകൻ അവസാനം എന്നോട് ചോദിച്ചു, അമ്മയ്ക്കൊന്നും തോന്നിയില്ലേ സാദൃശ്യം? അച്ഛനുമായിട്ട് നല്ല സാദൃശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നിയില്ല, എവിടെയോ ഉണ്ടെന്ന് ഇവള് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന്. ഉടനെ മരുമകൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മ എവിടെ നോക്കിയപ്പോഴാണ് ആ സാദൃശ്യം കണ്ടതെന്നും. അപ്പോഴേക്കും മകൾ ഭർത്താവിൻ്റെ അടി കൊടുത്തു. തമാശയ്ക്കാണെങ്കിലും അവന് നൊന്തു. നീ എന്താ അടി കാണിക്കുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ കാണിക്കുന്നത്? അമ്മയോട് നിങ്ങൾ എന്താ ചോദിച്ചത്? അമ്മയെ കളയാക്കുന്ന പോലെ. അല്ലടി, ഞാൻ സത്യമായിട്ട് ചോദിച്ചതാണ്, ഏത് ഭാഗത്താണ്, അല്ലെ മുഖത്തിൻ്റെ ഏത് ഭാഗത്താണ് അച്ഛനുമായി സാദൃശ്യം തോന്നിയത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ വേറെ വല്ലതും ആണോടി മനസ്സിൽ വിചാരിച്ചത്? കൊച്ചു ഗള്ളി എന്ന് പറഞ്ഞു. 2 പേരും തമ്മിൽ നല്ല പൊരുത്തവും നല്ല മൂടുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നും മിണ്ടിയില്ല. അതിന് പിറ്റേ ദിവസം മരുമകൻ എന്നോട് ചോദിച്ചു, ശരിക്കും ആ സാറും അച്ഛനുമായിട്ട് എന്തെങ്കിലും സാദൃശ്യം ഉണ്ടോ അമ്മേ? അമ്മ എല്ലാം എന്നോട് തുറന്ന് പറയണം. അമ്മ അദ്ദേഹത്തെ തുറച്ചു നോക്കുന്നത് ഞാൻ കണ്ടതാണ്. കൈ തന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രതിമയെപ്പോലെ അമ്മ ഇത്തിരി നേരം നിന്നു. അമ്മയുടെ ഭാവമാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ ആ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ അമ്മയ്ക്ക് ഓർമ്മ വന്നു. അമ്മ ആകെ ഒന്ന് ഷിവർ ചെയ്യുന്ന പോലെ തോന്നിയെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞില്ല. അയ്യോടാ, വലിയൊരു കണ്ടുപിടുത്തക്കാരനും. നീ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടില്ലല്ലോ, ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. ഫോട്ടോ കൊണ്ടാൽ മതിയല്ലോ അമ്മേ, സാദൃശ്യം നോക്കാൻ അത്രയും പോരെ. എന്തോ ഒരു വശപ്പിശ കൊണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇവള് പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ മകൾ അപ്പുറത്താണ്. അമ്മ സത്യം പറയണം, ഉള്ളതൊക്കെ എന്നോട് തുറന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എന്ത് പറയാനിരിക്കുന്നു? അങ്ങർക്ക് എൻ്റെ ഭർത്താവിനോട് ചെറിയൊരു സാദൃശ്യമുണ്ട്, അത് ഞാനങ്ങ് സമ്മതിച്ചു. അമ്മ എന്തോ നോക്കിയപ്പോൾ, ഏതോ സൈഡിൽ കൂടെ നോക്കിയപ്പോൾ എവിടെയോ ഒരു സാദൃശ്യം കണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതെവിടെയാ അമ്മേ? എടാ, എൻ്റെ കയ്യിൽ നടി കിട്ടും കേട്ടോ. അല്ലമ്മേ, തുറന്ന് പറ. അമ്മ ഒരു നാണം വിചാരിക്കണ്ട, തുറന്ന് പറ. എവിടെയാണ് അമ്മയ്ക്ക് ശരിക്കും സാദൃശ്യം തോന്നിയത്? ഞാൻ പറഞ്ഞു, മൂക്കിൻ്റെ തുമ്പത്ത്. അതിത്തിരി കഷ്ടമായി പോയമ്മേ. അമ്മ ഇത്രയും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടും തുമ്പ് മാത്രമേ കണ്ടുള്ളൂ. യഥാർത്ഥത്തിലുള്ള മൂക്കമ്മ കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞു വരുന്നത് വേറെന്തോ അർത്ഥം വെച്ചാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ നിന്റെ പ്രശ്നം എന്താണ്? എൻ്റെ ഭർത്താവുമായിട്ട് അങ്ങർക്ക് സാദൃശ്യമുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി വേണേ കല്യാണം കഴിക്കണോ? അതോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രേമിക്കണോ? അതോ ഒളിച്ചോടണോ? എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ
എൻ്റെ കവിളിൽ നുള്ളിക്കൊണ്ട് പറയുകയാണ്. ആ അപ്പം അമ്മ അങ്ങേരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പഴയ ഒളിച്ചോട്ടവും വേലിച്ചാട്ടവും ഒക്കെ ഒന്ന് ആലോചിച്ചു ഇല്ലേ? അമ്മയ്ക്ക് കല്യാണം കഴിക്കണം പുള്ളിയെ. ഞാൻ പറഞ്ഞു എനിക്ക് അയാളെ കല്യാണം ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. ഭാര്യ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ചിട്ടും ഒറ്റയാനായിട്ട് നടക്കുന്ന അങ്ങേരം ഒന്നും എനിക്ക് ചേരില്ല. ആഹാ, അപ്പം അമ്മയ്ക്ക് ശാന്ത സ്വഭാവിയായ ഒരാൾ ചേരുമോ? ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും ചേരേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ സ്വസ്ഥമായിട്ട് ഒരു വഴിക്ക് അങ്ങ് നടന്നു പോയിക്കോളാം. നീ ആവശ്യമില്ലാതെ കുളത്തിൽ കല്ലിടാൻ വരണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ കല്ലിടാൻ വരില്ല. പക്ഷേ ഒരു കാര്യം കേൾക്കണോ? അമ്മയ്ക്കിപ്പം സ്വന്തം ഭർത്താവായിട്ട് അദ്ദേഹത്തെ തോന്നിയില്ലേ? ഒന്ന് പോടാം, എനിക്കെന്നെ ഭർത്താവായിട്ടൊന്നും അയാളെ തോന്നിയില്ല. ഒരു സാദൃശ്യമുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞത്, ഭർത്താവുമായിട്ട് ഒരു സാദൃശ്യം തോന്നി. പിന്നെ അങ്ങേർക്കും അമ്മയോട് എന്തോ ഒരു വൈബ് തോന്നിയിട്ടുണ്ട്. ഒന്ന് പോടാ, വൈബ് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാതെ. അല്ലമ്മേ, പുള്ളി എനിക്ക് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ദേ, ഞാൻ ഫോൺ എടുത്തോണ്ട് വരട്ടെ, അമ്മയെ കേൾപ്പിക്കാം. എനിക്ക് കേൾക്കണ്ട, അല്ല അമ്മ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ മൊബൈൽ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് വാട്സാപ്പിലെ വോയിസ് മെസ്സേജാണ്. തൻ്റെ അമ്മായിമ്മയിലെ പുള്ളിക്കാരെ കാണാൻ സൂപ്പറാണല്ലോ. അമ്മായിമ്മ എന്നൊക്കെ പറയുമ്പോഴുള്ള മനസ്സിലെ ചിത്രമല്ല, പുള്ളിക്കാരെ കാണാൻ വരുമ്പോഴേക്കും പഴയ ചില സിനിമ നടിമാരുടെ ഒരു ഭാവമാണ്. കണ്ടപ്പോഴേ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്കവരോട് ഒന്ന് കൂട്ടുകൂടിയേ കൊള്ളാമെന്നുണ്ട്. അവർ എന്തായാലും ഭർത്താവില്ലാതിരിക്കുകയാണല്ലോ. നീ ഒന്ന് ചോദിക്ക്, എന്നെ കണ്ടതാണല്ലോ. ഏതെങ്കിലും രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. ഈ വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി വില്ലനാണെന്നും ആവശ്യമില്ലാത്ത ഓരോ ആഗ്രഹങ്ങളും ആവശ്യമില്ലാത്ത പ്രായത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് മരുമകൻ പറഞ്ഞു, പുള്ളിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, നീ അമ്മയേക്കാൾ കൂടി വന്നാൽ ഒരു 4 വയസ്സിന് മൂപ്പ്, അത്രയേ ഉള്ളൂ. പിന്നെ ഭാര്യയുമായിട്ട് പിരിഞ്ഞു കഴിയാൻ അവരുടേതായ കാര്യങ്ങൾ കാണും. എല്ലാം അങ്ങ് പുരുഷൻ്റെ തലയിൽ കൊണ്ടുവച്ചാലോ? സ്ത്രീകൾക്കൊന്നും കുറ്റമില്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു വരുന്നേ? അമ്മയ്ക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും അമ്മയ്ക്ക് നല്ല യൗവനമുണ്ട്, സൗന്ദര്യമുണ്ട്. പിന്നെ അമ്മ അങ്ങനെ കല്യാണമൊന്നും കഴിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ജസ്റ്റ് ഫോണിലേക്ക് ഒന്ന് സംസാരിക്കൂ. അങ്ങയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ അമ്മ ഓക്കെ അവിടെ വെച്ച് നിർത്തിക്കൂ. നിനക്കെന്നോട് എത്ര വലിയ നിർബന്ധം? അമ്മേ, പുള്ളി എൻ്റെ സീനിയറല്ലേ, എൻ്റെ മേലുദ്യോഗസ്ഥനല്ലേ. പുള്ളി ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോഴേക്കും അമ്മയുടെ നമ്പരൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് 2 നല്ല വാക്ക് പറഞ്ഞുകൂടെ? ഇതൊക്കെ അവസാനം പ്രശ്നമാകും. അങ്ങനെ എന്നോട് വേറെ എന്തെങ്കിലും രീതിയിൽ സംസാരിച്ചാലോ? അമ്മ ഇഷ്ടമല്ലെങ്കിൽ സംസാരിക്കേണ്ട. അങ്ങേര് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് തിരിച്ച് സംസാരിക്കാൻ എന്താ ഒരു പ്രശ്നം? ആണും പെണ്ണും തമ്മിൽ ഏത് പ്രായത്തിലാണെങ്കിലും സൗഹൃദം ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലടാ. എന്നാലും അമ്മേ പ്ലീസ്, എനിക്ക് മനസ്സിലായി നിന്റെ മേലുദ്യോഗസ്ഥനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് സംസാരിക്കണം. ശരി, നീ എൻ്റെ വരുമാനമായി പോയില്ലേ, ഞാൻ സംസാരിക്കാം. അങ്ങയുടെ നമ്പർ ഇങ്ങോട്ട് താ. അതെ, അമ്മയുടെ നമ്പർ ഞാൻ കൊടുക്കാം. പുള്ളിക്കാരൻ വിളിച്ചോളെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊടുത്തത്. മരുമകന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ കാര്യങ്ങൾ ഒന്നും ചോദിച്ചില്ല. പുള്ളിയുടെ വിവരങ്ങളും കഥകളുമൊക്കെ വൈകുന്നേരമൊക്കെ എന്നോട് പറയാൻ തുടങ്ങി. എൻ്റെ മകൾക്കും അതിൽ എതിർപ്പൊന്നുമില്ല. അങ്ങനെ കല്യാണം കഴിച്ചപ്പോലും അവൾക്ക് പ്രശ്നമില്ല എന്നുള്ള അവസ്ഥയിലാണ്. കാര്യം മരുമകൻ അങ്ങനെയാണല്ലോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലറ ചില്ലറ തമാശകളൊന്നും പറയുന്നതല്ലാതെ വേറൊന്നും എന്നോട് പറഞ്ഞതുമില്ല. ഒരു ദിവസം മരുമകൻ എന്നോട് ചോദിച്ചു, അമ്മേ എങ്ങനെയുണ്ട് പുള്ളി? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട പോലൊന്നുമല്ല, ഒരു സാധു മനുഷ്യൻ. ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ, കാണുന്ന പോലെയല്ല ആളുകൾ. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായോ? എന്താ എന്നെ കൂടെ കല്യാണം കഴിപ്പിക്കാനാണോ? അമ്മേ, കല്യാണം എന്ന് പറഞ്ഞ് അമ്മ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. കല്യാണം കഴിക്കാനല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടി ഇഷ്ടമാണെങ്കിൽ സ്വകാര്യമായിട്ട് ഒന്ന് കാണരുതോ? അതിലെന്താ പ്രശ്നം? നീ എന്താ പറഞ്ഞു വരുന്നത്? അമ്മേ, ഇനി ഇങ്ങനെ വെറുതെ അമ്മ ജീവിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുക, ഞാനും കൂടെ വരാം. ഒരു പ്രശ്നവുമില്ല. മോഹങ്ങൾ ഒതുക്കി വെക്കരുത്, അതവസാനം ഒരു ബലൂൺ പോലെ പൊട്ടിത്തെറിക്കും. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അമ്മേ, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. അവളെ പോലും അറിയില്ല. അദ്ദേഹവുമായിട്ടുള്ള സ്നേഹബന്ധം അമ്മയ്ക്ക് രഹസ്യമായിട്ട് കൊണ്ടുപോകാം. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളൊന്നുമില്ലാതെ അടിച്ചു പൊളിക്കാം. ഒരു വട്ടം അമ്മ ഈ ഒരു കാര്യത്തിന് സമ്മതിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ് നിന്നെ കൊണ്ട് ഗെയിം കളിപ്പിക്കുകയാണ് അല്ലേ? അമ്മ പ്ലീസ് പ്ലീസ്, പുള്ളി എന്നോട് പറഞ്ഞതാണ്. ഒരു വട്ടം നിങ്ങളൊന്ന് കാണുന്നു. അത് ശരിയായില്ലെങ്കിൽ അമ്മ പിന്നീട് അദ്ദേഹത്തെ വിളിക്കുകയേ വേണ്ട. എങ്കിലും എനിക്ക് തോന്നുന്നത് അമ്മയുടെ ഉള്ളിൽ ഒരു ഫയർ ഇപ്പോഴും ഉണ്ടെന്നാണ്. പലപ്പോഴും ഞാനത് കാണുന്നുണ്ട്. നീ എന്ത് കാണുന്നതാണ്? അമ്മയുടെ വിഷമം എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഒരു വട്ടം അമ്മ സമ്മതിക്കണം. പ്ലീസ്,
എല്ലാം സേഫായിരിക്കും. അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും കാണും. അമ്മയുടെ മോള് ഒരിക്കലും ഇതറിയില്ല. പിന്നെ വേറൊരു സ്വാർത്ഥ താല്പര്യം എനിക്കുണ്ട്. ഈ കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാലല്ലേ തീർച്ചയായിട്ടും എനിക്ക് ഒരു പ്രൊമോഷനും കിട്ടും. അപ്പോൾ നീ എന്നെ ട്രാപ്പിലാക്കുകയാണ് നിന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും. എൻ്റെ ജീവിതമോ അമ്മേ വെറുതെ പാഴായി പോകുന്ന കുറച്ച് നിമിഷങ്ങൾ, അതിൽ എനിക്ക് വലിയ കാര്യമൊന്നും തോന്നില്ല. അമ്മ മസിൽ പിടിക്കേണ്ട കാര്യമില്ല, പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവൻ ഒത്തിരി വട്ടം കെഞ്ചി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, എന്തായാലും മരുമകൻ പറയുന്നതല്ലേ, അവനൊരു പാവമാണ്, എന്നെ ഒത്തിരി ഇഷ്ടമാണ്, സമ്മതിച്ചേക്കാം. സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. മരുമകൻ ഇത്രയും നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ എന്താണ് പറയുന്നത്? പൊടി തട്ടിയിരിക്കുന്ന മണിവേണ ഇന്നും എത്തിയാൽ ഇന്നും പഴയ സ്വരം കേൾക്കുമോ അതോ മങ്ങിയ സ്വരമായിരിക്കുമോ എനിക്കറിയില്ല. എന്തായാലും വീണ തന്നെയാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ എൻ്റെ മകൾ അറിയാതെയാണ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. എനിക്ക് നല്ല സംഭ്രമമുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങളായി മരുമകൻ എന്നെ ആശ്വസിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. അമ്മേ ഒരു പ്രശ്നമില്ല, ഞാൻ കൂടെയുണ്ട്. ഇതെന്താണ് ഗുസ്തി മത്സരമാണോ നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ? ആ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കുസൃതി കാട്ടി. സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ ഒരു സുഹൃത്ത് പോലെയല്ലേന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു. സാർ എന്നെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. അവൻ താഴത്തെ നിലയിലിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോയി. അദ്ദേഹം എന്നോട് കുറച്ചു നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് വിരോധമൊന്നുമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു വിരോധവുമില്ല, എനിക്ക് മനസ്സിൽ സന്തോഷമാണെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ വിരോധങ്ങൾ പെട്ടെന്ന് അലിഞ്ഞുപോയി. കോടമഞ്ഞ് എന്നെ മൂടിയതുപോലെ എനിക്ക് തോന്നി. ആഴ്ന്നിറങ്ങിയ വടവൃക്ഷത്തിൻ്റെ വേരുകൾ നീര് തേടി പായുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഏതോ ലഹരിയിലാണ്ടു. എൻ്റെ മനസ്സിൽ പുതിയൊരു യുഗം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഒരു മോഹാലസ്യം എന്നെ മൂടി. എനിക്ക് മനസ്സിലായി സാറും ഞാനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് പോകുമെന്ന്. എന്തായാലും സാർ ഫോണെടുത്ത് എൻ്റെ മരുമകനെ വിളിച്ചു. എടാ മുകളിലേക്ക് കയറി വരാൻ. എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു. എങ്കിലും മരുമകനും സാറും എല്ലാം കൂടി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ സാറിനൊരു കോൾ വന്നു. സാർ പറഞ്ഞു, ദേ ഞാൻ പുറത്തു പോവുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഇത് സേഫ് പ്ലേസാണെന്ന് പറഞ്ഞിട്ട് സാറങ്ങ് പോയി. എന്താ പുള്ളി ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ യഥാർത്ഥത്തിൽ എൻ്റെ ആഗ്രഹങ്ങളാണ് ഇവിടെ നടന്നത്. സാറിൻ്റെ സ്ഥാനത്ത് ഞാനാണ് വരേണ്ടത്. പക്ഷേ ആദ്യം അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതുമാത്രമല്ല അമ്മ ഒരു സന്യാസിനെ പോലെ ആയിരുന്നല്ലോ. ആ ഒരു മുട്ടത്തോട് പൊട്ടിച്ച് അമ്മ പുറത്തു വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ചെയ്ത ഒരു ട്രാപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നീ എന്തൊക്കെയാണ് പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? സാറുമായിട്ട് അമ്മ ഒരു സൗഹൃദം ഉണ്ടാക്കിക്കഴിഞ്ഞ് ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ എൻ്റെ വഴി ക്ലിയർ ആകും. അതുകൊണ്ടാണ്. എടാ അതെ, അമ്മ എന്തായാലും ഈ ഒരു കാര്യത്തിന് സമ്മതിച്ചപ്പോൾ എൻ്റെ വഴിയും തെളിഞ്ഞു. അമ്മ ഇനി എന്നോടൊന്നും പറയണ്ട. അടുത്ത കുറച്ച് നിമിഷങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ അമ്മ എതിർപ്പ് പറയാൻ പറ്റില്ല. എതിർപ്പ് പറഞ്ഞാലും ഞാൻ അമ്മയുടെ മകളോട് കാര്യങ്ങളൊക്കെ പറയും. ഒന്നുകിൽ നമ്മൾ ഇത് കുളമാക്കും, ഇല്ലെങ്കിൽ നമ്മൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകും. നീ എന്നെ അപ്പോൾ ട്രാപ്പിലാക്കിയതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ട്രാപ്പിലാക്കിയതാണ്, പക്ഷേ സ്നേഹം കൊണ്ടുള്ള മധുരമായൊരു ട്രാപ്പാണ് എന്ന് പറഞ്ഞു. എനിക്കവിടെ മറുപടിയില്ലായിരുന്നു. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു നിൽക്കുമ്പോൾ അങ്കത്തട്ടിലേക്ക് എന്നെ അവൻ വിളിച്ചു വരുത്തി. മാറ്റച്ചുരിക ഉള്ളിലൊളിപ്പിച്ച ഭീകരനാണ് അവനെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ ഭർത്താവ്, സാറ്, അവരൊക്കെ എനിക്ക് സ്വപ്ന തുല്യമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ മരുമകൻ, അവൻ എല്ലാ പ്രതീക്ഷകളെയും കടത്തിവിട്ടുന്ന ഒരു പോർവീരനാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴാണ് യഥാർത്ഥ ഉറയിലേക്ക് യഥാർത്ഥ വാൾ വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതും തിരിച്ചറിഞ്ഞു. പിന്നെ മുന്നും പിന്നും നോക്കാതെ ഞാൻ തുടർന്നു പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മാഡത്തിൻ്റെ വീഡിയോസ് നേരത്തെ കേട്ടിട്ടുണ്ട്, 2-3 വർഷമായി കേൾക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എഴുതാൻ പറ്റിയത്.
പിന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും അത് ഫാൻറ്റസി ആയിരിക്കും, ഒക്കെ ഒരു സ്വപ്നം പോലെ. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കഥകളിൽ കേൾക്കുന്നതിനേക്കാൾ രസകരമായ സംഗതികൾ ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെന്ന്. എന്തായാലും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, മാഡം ഇമെയിലൊക്കെ ഒന്ന് വായിച്ച് കേട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, തീർച്ചയായും ഞാൻ വായിക്കുന്നു. ഇതിൽ ഗുണപാഠവുമില്ല, നല്ല കാര്യങ്ങളുമില്ല, ഒന്നുമില്ല. എന്നാലും നമ്മൾ വായിച്ചു, അത്രയേ ഉള്ളൂ.